SIR-ന് പിന്തുണയുമായി സീറോ മലബാർ സഭ. BLOമാർ വീട്ടിലെത്തുമ്പോൾ സഹകരിക്കണമെന്ന് വിശ്വാസികൾക്ക് നിർദ്ദേശം നൽകി. പ്രവാസികളും SIR ഫോമുകൾ പൂരിപ്പിച്ച് നൽകണമെന്ന് സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. ടോം കുര്യാക്കോസ് ചേരുന്നു വിവരങ്ങളുമായി. ടോം, LDF-ഉം UDF-ഉം കൃത്യമായി SIR-നെതിരെയുള്ള നിലപാട് വ്യക്തമാക്കുന്നു. അത് നിയമ പോരാട്ടത്തിലേക്ക് കടക്കാൻ സർക്കാരും പ്രതിപക്ഷവും നിൽക്കുന്ന സമയത്തു കൂടിയാണ് സീറോ മലബാർ സഭയുടെ നിലപാടിന് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഉണ്ടാകുന്നത്. ഏത് തരത്തിൽ വേണം വിലയിരുത്താൻ? തീർച്ചയായും അപർണ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് CPM-ഉം കോൺഗ്രസും ഉൾപ്പെടെയുള്ള കക്ഷികൾ SIR-നെതിരെ നിലപാട് സ്വീകരിച്ച പശ്ചാത്തലത്തിലാണ് സീറോ മലബാർ സഭ ഇതിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യവ്യാപകമായി SIR നടപ്പിലാക്കി വരുന്ന പശ്ചാത്തലത്തിൽ ഈ നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയുള്ള തീയതികളിൽ SIR പ്രക്രിയയുടെ കടന്നുപോകുന്ന പശ്ചാത്തലത്തിലാണ് സീറോ മലബാർ സഭ ഇത്തരമൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അതായത് ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്യൂമറേഷൻ ഫോമുകളുമായി വീടുകളിലെത്തുമ്പോൾ അവരോട് സഹകരിക്കാനും ഫോമുകൾ യഥാവിധം പൂരിപ്പിച്ച് നൽകണമെന്നുമാണ് വിശ്വാസികൾക്ക് പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ, സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതായത് കൃത്യമായും ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇത് പൂരിപ്പിച്ച് നൽകണം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2002 ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവർ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന രേഖകൾ ഹാജരാക്കുന്നതിനായി തയ്യാറാക്കി വെക്കണം. SIR പ്രക്രിയയ്ക്കായി നിയോഗിക്കപ്പെട്ട ഭവനങ്ങളിലെത്തുന്ന ഉദ്യോഗസ്ഥർ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ളവരാണ്. സംശയ നിവാരണത്തിനായി BLOമാരുമായി കൃത്യമായി ആശയവിനിമയം നടത്തണമെന്നും അതോടൊപ്പം പ്രവാസികളായിട്ടുള്ള ആളുകളും, അതായത് സഭയിലെ വിശ്വാസികളായിട്ടുള്ള പ്രവാസികളും ഈ നിർദ്ദേശം പാലിക്കണമെന്നും കൃത്യമായി ഈ അറിയിപ്പിലൂടെ പറയുന്നുണ്ട്. അതായത് ഈ വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികൾ അല്ലെങ്കിൽ സഭാവിശ്വാസികൾ അവരുടെ രാഷ്ട്രങ്ങളുടെ അതാത് രാഷ്ട്രങ്ങളുടെ പൗരത്വം നേടിയിട്ടില്ലാത്തവർ ഓൺലൈൻ മുഖേനയോ അതല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ വഴിയോ SIR എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണമെന്നാണ് കൃത്യമായും സഭാ നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ അവർ സൂചിപ്പിച്ചതുപോലെ ഈ SIR-നെതിരെ കേരളത്തിൽ വ്യാപകമായുള്ള പ്രതിഷേധമുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് ചേർന്ന ഈ സർവകക്ഷി യോഗത്തില് ഈ SIR-നെ നടപ്പാക്കുന്നത് നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള തീരുമാനം സർവകക്ഷി യോഗത്തിൽ എടുത്ത പശ്ചാത്തലത്തിൽ സീറോ മലബാർ സഭയുടെ ഈ നിലപാട് സ്വാഭാവികമായും അത് ഒരു BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ്. കേന്ദ്ര സർക്കാരിന് ഒപ്പം നിന്നുകൊണ്ട് അത് സർക്കാരിന്റെ ആ നിർദ്ദേശം അനുസരിക്കണമെന്നാണ് വിശ്വാസികൾക്ക് സഭാ നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശവും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ ഒരുക്കാൻ ജില്ലാ കളക്ടർമാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ നിർദ്ദേശം നൽകി. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രതൻ യു കേൽക്കറുടെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത ജില്ലാ കളക്ടർമാരുടെ ഓൺലൈൻ യോഗത്തിലാണ് കമ്മീഷണറുടെ നിർദ്ദേശം. തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകാത്ത രീതിയിൽ വേണം വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്താനെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ ജില്ലാ കളക്ടർമാരോട് ആവശ്യപ്പെട്ടു.